أعوذ بالله من الشيطان الرجيم فسيحوا في الأرض 4 أشهر واعلموا أنكم غير معجز الله وأن الله مخزي الكافرين ഫസീഹു ഇനി നിങ്ങൾ സഞ്ചരിക്കുക ഫിൽ അർളി ഭൂമിയിൽ രാജ്യത്ത് 4 അശ്ഹുരിൻ 4 മാസം വഅലമു നിങ്ങൾ അറിയണം നിങ്ങൾ മനസ്സിലാക്കണം അന്നക്കും തീർച്ചയായും നിങ്ങൾ ഗൈറു മുഅ്ജിസില്ല അല്ലാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല വ അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു മുഖ്സിൽ കാഫിരീൻ നിഷേധികളെ വഷളാക്കുന്നവനാകുന്നു, മാനം കെടുത്തുന്നവനാകുന്നു, നിന്ദിക്കുന്നവനാകുന്നു എന്നോട് അർത്ഥം പറയാം. ഫസീഹു ഫിൽ അർളി സാഹ അതിൻ്റെ കൽപ്പനയാണ് സീഹു നിങ്ങൾ സഞ്ചരിക്കുക. ഫ അപ്പോൾ അല്ലെങ്കിൽ എന്നിട്ട് ഇനി എന്നൊക്കെയുള്ള അർത്ഥത്തിനാണ് ഫ. ഫിൽ അർളി ഈ പ്രദേശത്ത് രാജ്യത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ 4 അശ്ഹുരിൻ 4 മാസം വഅലമു നിങ്ങൾ മനസ്സിലാക്കണം അന്നക്കും ഗൈറു മുഅ്ജിസില്ല തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല. മുഅ്ജിസ് അശക്തനാക്കുക. വ അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു മുഖ്സിൽ കാഫിരീൻ നിഷേധികളെ നിന്ദിക്കുന്നവനാണെന്നും മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി എന്ന് പേര് കിട്ടാൻ കാരണം എന്താണ്? ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആ സന്ധി നടന്നത്. ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് ഹുദൈബിയ എന്നല്ല. ഇപ്പോൾ ഷുമൈഷ് പലരും പോയിട്ടുണ്ടാകും അവിടെ ഉംറ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി അവിടുന്ന് ഇഹ്റാം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അതുകൊണ്ട് ഇന്നും ആളുകൾ ഹറമിൻ്റെ പുറത്ത് 20 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഷുമൈഷ് എന്ന് പറയുന്ന ഹുദൈബിയ ഉള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വിധം ഖുറൈശികൾ അവരെ തടഞ്ഞു. നീണ്ട ചർച്ചകൾക്കൊടുവിൽ അവർ കരാറിൽ ഏർപ്പെട്ടു. ഖുറൈശികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ. അതിലെ മുഖ്യ വകുപ്പുകൾ 4 വകുപ്പാണ് മുഖ്യമായിട്ട്. വേറെയും വകുപ്പുകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മുഖ്യമായ വകുപ്പ് 1, 10 വർഷത്തേക്ക് നമ്മൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാൻ പാടില്ല. 10 വർഷത്തേക്ക് യുദ്ധം ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് ബദറും ഉഹദൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ഖുറൈശികളിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമീങ്ങളുടെ അടുക്കൽ വന്നാൽ അവരെ തിരിച്ചയക്കണം. ഇവിടുന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് ഖുറൈശികളിലേക്ക് ചെന്നാലോ തിരിച്ചയക്കേണ്ടതില്ല. മൂന്നാമത്തെ വകുപ്പ് ഇക്കൊല്ലം ഉംറ ചെയ്യാതെ നബിയും സംഘവും മടങ്ങിപ്പോകണം. അടുത്ത കൊല്ലം വന്ന് ഉംറ ചെയ്യാം. ഇക്കൊല്ലം ഉംറ ചെയ്യാൻ പാടില്ല, തിരിച്ചു പോകണം. അടുത്ത കൊല്ലം സമാധാനത്തോടെ വന്ന് ഉംറ ചെയ്യാൻ ഞങ്ങൾ ഇവിടുന്ന് മാറിത്തരുന്ന ഖുറൈശികൾ ഹറമിൻ്റെ പരിസരത്ത് നിന്ന് മാറിത്തരും. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ആയുധം ഉണ്ടാകാനും പാടില്ല. നാലാമത്തെ വകുപ്പ് നമുക്ക് 2 കൂട്ടർക്കും ആരുമായും സഖ്യത്തിലേർപ്പെടാം. ഇങ്ങനെ 4 വകുപ്പ് മുഖ്യമായും വേറെ ചെറിയ ഉപവകുപ്പുകളൊക്കെ ഉണ്ട്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹുദൈബിയ സന്ധി നടന്നത്. പക്ഷേ എന്താ ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധി വ്യവസ്ഥകൾ പാലിച്ചു. ഈ സന്ധി വ്യവസ്ഥ എഴുതി 2 കൂട്ടരും ഒപ്പിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഖുറൈശികളിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു സന്ധി വ്യവസ്ഥകൾ പുലർന്നു കഴിഞ്ഞു, ഇനി അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങയെ സ്വീകരിക്കാൻ നമുക്കിപ്പോൾ നിർവാഹമല്ല. അദ്ദേഹം തിരിച്ചുപോയി. ഖുറൈശികളിലേക്ക് ചെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കണമില്ല. എന്താ സ്വീകരിക്കാതിരിക്കാൻ കാരണം? സന്ധി കരാർ പാലിക്കണം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഖുറൈശികളിലേക്ക് പോകാതെ കടൽ തീരത്ത് പോയി ഒറ്റക്ക് കഴിയാൻ തീരുമാനിച്ചു. അങ്ങനെ ചില ഒറ്റയും തെറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. റസൂലിൻ്റെ അടുക്കൽ വന്നു, റസൂൽ അവരെ സ്വീകരിച്ചില്ല. ഇവർ ഒറ്റയും തെറ്റിയായിട്ട് കടൽ തീരത്ത് പോയിട്ട് അവിടെ ഒരു സംഘമായി വളരാൻ തുടങ്ങി. അത് ഖുറൈശികൾക്ക് വലിയ ഭീഷണിയായിട്ടുണ്ട്. അപ്പോൾ ഉള്ള വിഷയം അതല്ല.
ഇങ്ങനെ 10 വർഷത്തേക്ക് യുദ്ധമുണ്ടാവുകയില്ല എന്ന് കരാറ് ചെയ്തിട്ട് ഖുറൈശികൾ പല പ്രദേശങ്ങളിലും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുവാനും മുസ്ലിമീങ്ങളോട് ശത്രുത പുലർത്തുന്നവരെ സഹായിക്കാനും ഒക്കെ തുടങ്ങി. ഇങ്ങനെ പതുക്കെ കരാർ ലംഘനത്തിലേക്ക് അവർ വഴുതി വീണു. അപ്പോൾ അവരെ അറിയിക്കുകയാണ് ബറാഅത്തു മിനല്ലാഹ്, ഇനി നമ്മൾ കരാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. 8-ാം വർഷമായപ്പോഴേക്ക് നബി മക്ക ഫത്ഹ് സംഭവിച്ചല്ലോ. ഈ വിഷയം, ഈ അറിയിപ്പ് പോണ 3-ാമത്തെ വർഷമാണ്, ഹിജ്റ 9-ലാണ്. ഇപ്പോൾ 3 വർഷമായി. 3 വർഷം കരാർ ലംഘനം അവർ തുടരുക. അപ്പോൾ അവരെ അറിയിക്കുകയാണ്, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും ഞങ്ങൾ കരാറിൽ നിന്ന് ഒഴിവാണ്. കാരണം എന്താ? കാരണം അവർ ഏകപക്ഷീയമായി കരാർ ലംഘിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ പല പ്രകാരത്തിൽ പല വിധത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, കരാർ ലംഘിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് അവരോട് അറിയിക്കുകയാണ്. എന്താ അറിയിക്കുന്നത്? ഇനി 4 മാസങ്ങൾക്ക് അവധി തരാം. ആരാ ഇത് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അവസാനം ആ വർഷം വേണ്ട, അടുത്ത വർഷം 10-നാക്കാന്ന് വെച്ചു. എന്നാലും മുസ്ലിമീങ്ങളുടെ സംഘം അബൂബക്കർ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ ഹിജ്റ 9-ന് ഹജ്ജിന് പുറപ്പെട്ട് മക്കത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്ക് മക്ക ഇസ്ലാമിൻ്റെ കീഴിൽ വന്നിരിക്കണം, അവർക്ക് തടയാൻ പറ്റില്ല. അബൂബക്കർ സിദ്ദീഖും സംഘവും യാത്ര പുറപ്പെട്ടതിന് ശേഷമാണ് വഹി ഇറങ്ങുന്നത്. ഈ വഹി അലി റളിയല്ലാഹു അൻഹുവിനെ ഓതി കേൾപ്പിക്കുകയും അദ്ദേഹം ആ ദൗത്യവുമായി മക്കയിലേക്ക് മിനയിലേക്ക് പോവുകയാണ്. യൗമുൻ നഹർ, ഹജ്ജ് 10-ൻ്റെ അന്ന് അദ്ദേഹം അവിടെ ചെന്നിട്ട് ഈ കാര്യം അറേബ്യൻ മുശ്രിക്കുകളെ, ഖുറൈശികളാണല്ലോ അതിൻ്റെ നേതാക്കന്മാർ, അവരെ ഓതി കേൾപ്പിക്കുക. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഫസീഹു ഫിൽ അർളി, ആയതിനാൽ നിങ്ങൾ സഞ്ചരിക്കുക ഫിൽ അർളി, ഈ രാജ്യത്ത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക, അഥവാ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ അധികാരവും സ്വാധീനമൊക്കെ അവസാനിക്കുകയാണ്. അങ്ങനെ ഓതി കേൾപ്പിക്കുന്ന കൂട്ടത്തിൽ അറിയിപ്പുണ്ടായത്, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അതിലൊരു അറിയിപ്പുണ്ടായിരുന്നത്, ഇനി ഒന്നാമത്തെ തന്നെ വിഗ്രഹ പൂജകരുമായിട്ടുള്ള സകല കരാറുകളും അവസാനിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഏകദൈവാരാധനക്ക് നിർമ്മിക്കപ്പെട്ട കഅബയിൽ ഇനി ബഹുദൈവത്വം അംഗീകരിക്കുകയില്ല. ബഹുദൈവത്വം ഇവിടെ നിരോധിക്കുക, ഇവിടെ അംഗീകരിക്കില്ല. അടുത്ത കാര്യം, നസി എന്ന് പറയുന്ന യുദ്ധം അനുവദനീയമായ മാസത്തെ യുദ്ധം നിഷിദ്ധമാക്കുകയും യുദ്ധം നിഷിദ്ധമായ മാസത്തെ ഹറാമായി സ്വീകരിക്കുകയും ചെയ്യുക എന്ന നസീ എന്ന ജാഹിലിയ സമ്പ്രദായം അവസാനിപ്പിക്കുക. അതിനി തുടരാൻ പറ്റില്ല. അതാത് മാസത്തിൻ്റെ പ്രാധാന്യം അതാത് മാസത്തിന് തന്നെ നൽകണം. ഇനി വിഗ്രഹാരാധകർ ഇവിടെ നഗ്നരായി ത്വാഫ് ചെയ്യാൻ പാടില്ല, അത് നിരോധിക്കുക. ഇങ്ങനെ കുറച്ച് കൽപ്പനകൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയിപ്പ് പ്രകാരം അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ വിഷയമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഫസീഹു, അതുകൊണ്ട് നിങ്ങൾ സാഹാന സഞ്ചരിച്ചു എന്ന സാധാരണ ഒരു സഞ്ചാരമല്ല, ഉല്ലാസത്തോടു കൂടി അല്ലെങ്കിൽ ആശ്വാസത്തോടു കൂടി എന്നുള്ള, അതിന് ഉല്ലാസയാത്രക്ക് സിയാഹ എന്നാണ് പറയും. സിയാഹ ഫസീഹു, ഇനി നിങ്ങൾക്ക് സഞ്ചരിക്കാം ഫിൽ അർളി, ഇവിടെ ഈ പ്രദേശത്ത്, ഈ രാജ്യത്ത് 4 അശ്ഹുരി, 4 മാസം. 4 മാസം കൂടി നിങ്ങൾ വിലസിക്കൊടി, അല്ലെങ്കിൽ സമാധാനമായിട്ട് കഴിഞ്ഞോളൂ. 4 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നിങ്ങളുമായി ഏറ്റുമുട്ടലിന് വരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കരാറിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ സമാധാനത്തിലേക്ക് വരാം. അപ്പോൾ 4 മാസം അവർക്ക് പുനരാലോചനക്കും കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാനുമുള്ള സമയം അനുവദിച്ചിരിക്കുകയാണ്. അതാണ് ഫസീഹു ഫിൽ അർളി 4 അശ്ഹുർ. 4 പറഞ്ഞാൽ 4, ഷഹ്ർ പറഞ്ഞ മാസം, അശ്ഹുർ പറഞ്ഞ മാസങ്ങൾ. 4 മാസം നിങ്ങൾ ഇവിടെ സമാധാനത്തോടു കൂടി കഴിയുക എന്നാണ് ഫസീഹു ഫിൽ അർളി, ഭൂമിയിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. വഅലമു, നിങ്ങൾ മനസ്സിലാക്കുക, അന്നക്കും ഗൈറു മുഅ്ജിസില്ല. വഅലമു, നിങ്ങൾ മനസ്സിലാക്കുക, അന്നക്കും തീർച്ചയായും നിങ്ങൾ ഗൈറ മുഅ്ജിസില്ല, അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല. അജസ എന്നാൽ അശക്തനായി എന്നാണ്. അജസ് അശക്തി, ദൗർബല്യം. നിങ്ങൾക്ക് അള്ളാഹുവിനെ അശക്തനാക്കാനാവില്ല, അതാണ് അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറയുന്നത്. വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ, വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ, അല്ലാഹു തആല കാഫിറുകളെ, നിഷേധികളെ മുഖ്സി, നിന്ദിക്കുന്നവനാണ്. എന്നുവെച്ചാൽ നിന്ദത എന്താണ്? അവർ കഅബയുടെ സംരക്ഷകർ എന്ന് പറഞ്ഞ് മേനി നടിച്ചിരുന്ന
അവരുടെ പദവിയിൽ നിന്ന് അവരെ മാറ്റുകയാണ്. ഖുറൈശികൾക്ക് ഇനി ഇവിടെ പ്രത്യേകിച്ച് അധികാരാവകാശമൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കും. അത് അംഗീകരിച്ചാൽ മതി. അങ്ങനെ അവരുടെ ആ മേൽക്കോയ്മ അവസാനിപ്പിക്കുകയും കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിൽ വരികയും ചെയ്തു എന്നുള്ളതാണ് ശേഷം സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ദുൽഹജ്ജ് 10 അനൗൺസ് ചെയ്യാം. അപ്പോൾ ഇത് റബീഉൽ ആഖിർ അവസാനം വരെ, ദുൽഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ. റബീഉൽ ആഖിർ 10 വരെ, ആ 4 മാസം. അതിൻ്റെ അടുത്ത് നിങ്ങൾ പുനരാലോചിച്ചു കൊള്ളുക. സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലേക്ക് വരിക എന്നാണ് അവരുടെ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം. ഫസിയഹു, അതുകൊണ്ട്, അല്ലെങ്കിൽ അപ്പോൾ, ശേഷം എന്നൊക്കെ അർത്ഥം പറയാം. സിയഹു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. 4 അശ്ഹുരിൻ, 4 മാസം. വഅലമു, നിങ്ങൾ മനസ്സിലാക്കുക. അലിമ എന്നുള്ളതിൻ്റെ കൽപ്പന വഅലം, അതിൽ ബഹുവചനമാണ് വഅലമു, നിങ്ങൾ മനസ്സിലാക്കുക. അന്നക്കും, തീർച്ചയായും നിങ്ങൾ ഗൈറു മുഅ്ജിസില്ല, അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല. മുഅ്ജിസീന എന്നുള്ളതിൻ്റെ നൂന് കളഞ്ഞിട്ടാണ് മുഅ്ജിസില്ല അള്ളാഹുവിലേക്ക് ചേർത്തപ്പോൾ അങ്ങനെ ആയതാണ്. വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ, അള്ളാഹു തആല കാഫിറുകളെ നിന്ദിക്കുന്നവനുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ എന്നും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി നമ്മളെ അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകണേ രക്ഷിതാവേ. നിൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നും ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ എന്നെപ്പെടുത്തുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.